ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു അടിപൊളി ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോണേ. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ജെല്ലി ചെയ്യണം. അതിന് വേണ്ടി ആദ്യമായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ജെല്ലി ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ പൗഡർ ആഡ് ചെയ്ത്, ഈ ഒരു ജെല്ലിക്ക് ആവശ്യത്തിനുള്ളൊരു ഷുഗറാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവാണ് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അഗരഗർ എന്ന് പറയും, ഈ കടൽപ്പാശി എന്നൊക്കെ പറയണ ആ അഗരഗർ നമ്മൾ ഒരു 10 ഗ്രാമിന് അടുപ്പിച്ച് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നത് വരെ, മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മെൽറ്റ് ആവണം. ഈ ജെല്ലി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് പുറത്ത് വെച്ച് ഒന്ന് ആറാൻ വയ്ക്കണം. അതിനുശേഷം നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിനകത്ത്, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ കീഴെ നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ്സ് പുറത്തും പിന്നെ നമ്മളൊരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിലും വയ്ക്കും. എന്നിട്ട് നമുക്ക് അതെടുത്ത് കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കുക്കി കട്ടറോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വാട്ടർമെലനാണ്. വാട്ടർമെലൻ ഇതുപോലെ ബോൾ ഷേപ്പിൽ ഒരു സെമി സർക്കിൾ ആ ഒരു ഷേപ്പിൽ സ്പൂൺ വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഒരു ജ്യൂസിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ അടുത്ത് പാല് വന്നിട്ട് ഐസ് ക്യൂബാണ് ചേർത്തിട്ടുള്ളത്. പാലിനെ ഫ്രീസറിൽ സെറ്റ് ചെയ്ത് ഐസ് ക്യൂബാക്കി കട്ടയ്ക്കാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ പാലിന് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ റോസ് മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. റോസ് മിൽക്ക് എസൻസ് ഒരു 2 to 3 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് നമുക്ക് ആ ബൗളിൽ കൂടെ നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സെർവിങ് കപ്പിനകത്ത് തന്നെ ആഡ് ചെയ്യുന്നതാണ്. സെർവിങ് കപ്പിനകത്ത് നമുക്ക് ഈ ജെല്ലിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ സെർവ് ചെയ്യുക. അവസാനമായിട്ട് കുറേ സബ്ജ സീഡും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് അടിപൊളി നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഇതുപോലെ ഒരുപാട് നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ അതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.